ഇതിന്റെ ഭംഗി കണ്ടപ്പോ തൊട്ട് ചേട്ടന് പുതിയ ആഗ്രഹം. ഇതിന് വൃത്തിയാക്കണം. അത് കണ്ട ഇവിടെ അടച്ചു. ഞാൻ നന്നായി സരിത പറയാ. കാക്കയെ പൂച്ച പറയ്, കാക്കയാണോ പൂച്ചയാണോന്ന് പറയ്. കാക്ക ശരിയാ, കാക്ക. അത് കണ്ട കറുത്ത്. രാജലക്ഷ്മി ചേച്ചി സംഘവും വന്നിട്ട് ആള് തന്നെ പറഞ്ഞു, വെട്ടുകിളികള് വന്ന് പോയ പോലെയായിരുന്നു പറമ്പ്. അന്താരാഷ്ട്ര നാടകോത്സവമാണ്. അത്രയ്ക്ക് അതി മതി. അതിയല്ല അത്രയ്ക്ക് വേണ്ട, ഇത്രയ്ക്ക് മതി. തോർത്തുമുണ്ട് മുറുക്കി പിന്നെ കൊന്നിട്ട്. അയ്യോ അതെങ്ങനെയാ ഇതെന്തിട്ടത്? പറഞ്ഞു നമ്മള് ഒരു 4-5 മാസം മുമ്പ് വെച്ച സാധനമാണ് ഇത്. ഈ വേലി നമുക്ക് ഈ വേലി ഇവിടെ വെച്ച് ഇതിന്റെ ഭംഗി കണ്ടപ്പോ തൊട്ട് ചേട്ടന് പുതിയ ആഗ്രഹം. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളാണല്ലോ. അപ്പോ നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് എന്തിട്ടാ, നമ്മുടെ ആവശ്യം അല്ല, ഒന്ന് അത്യാവശ്യം, പിന്നെ ആവശ്യം, പിന്നെ അനാവശ്യം. ഈ അത്യാവശ്യമാണെങ്കിൽ നമ്മളത് ചെയ്യണം, ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ചേട്ടന്റെ ആഗ്രഹം അനാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ 5 മാസമായിട്ട് നിരന്തരം ഇവിടെ യുദ്ധം നടക്കായിരുന്നു ഞങ്ങൾ തമ്മില്. യുദ്ധമൊന്നുമില്ലേ, വെറുതെ അങ്ങനെ പറയും. തർക്കം. അത് ചെയ്ത ഒരു ഭംഗി ഉണ്ടാവും എന്ന് ഞാൻ പറയും. എന്തിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞില്ല. അതായത് ഞാൻ പറഞ്ഞു, ഇതുപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കുറച്ച് കാശ് കൊണ്ട് നമ്മുടെ കഴിഞ്ഞു. ഇത് കുറച്ച് സ്ഥലമുള്ളൂ. പക്ഷെ അതുപോലെ ഇത് ഒരു 130 ചില്ലറ അടി നീളമുണ്ട്. മൊത്തം 27 അടിയിലുള്ള ഇതെന്ന് പറഞ്ഞാൽ അവിടം തൊട്ട് ആ അറ്റം വരയ്ക്കും നമ്മുടെ വീടിന്റെ സ്ഥലത്തിന്റെ വീതി മൊത്തം വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ആ മതിലുമേ കൊണ്ട് മുട്ടിക്കും വേണം. 4.5 ഇരട്ടി നീളമുണ്ട്. അത് ഇതിന്റെ ഇരട്ടി, 4.5 ഇരട്ടി. അപ്പൊ ഞാൻ പറയുന്നത് മാത്രല്ല, അത് ആ വേലി അന്ന് വെച്ചപ്പോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ കുടുംബക്കാരെന്നെ പറഞ്ഞു, വീടിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ലെവല് വേറെ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കാശിനാണ് കാലത്ത് വയ്ക്കാം. അങ്ങനെ തീരുമാനിച്ചു. കാശുണ്ടായിട്ടൊന്നല്ല ചേട്ടന്റെ വർത്താനം പറഞ്ഞു. ചേട്ടൻ തൊട്ടെന്ന് പറഞ്ഞു കാശിനാണ് കാലത്ത് വയ്ക്കുന്നത്. ശരി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് അപ്പൊ വെക്കുമ്പോ ഇവിടത്തെ കുഴപ്പം തൊട്ടാ ഞാൻ പറഞ്ഞ പ്രശ്നം ഭയങ്കരമായി കുഴപ്പം തൊട്ടാ നമ്മുടെ ഇവിടെ മുന്നേ കാണിക്കണ്ടായിരുന്നു, കെട്ടണേലും മുന്നേ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ഇവിടെ വടക്ക്, ഇത് തെക്കാണ്, തെക്കുന്ന് അങ്ങോട്ട് വടക്കോട്ട് നല്ല ചെരിവാ. നമ്മള് കാണുമ്പോ അത്ര ഫീൽ ചെയ്യില്ല, പക്ഷെ ശരിക്കും ഭയങ്കര ചെരിവുണ്ട്. അപ്പൊ ആ ചെരിവിനനുസരിച്ചിട്ടാണ് മുന്നത്തെ നമ്മുടെ ഇവിടെ കെട്ടിയിട്ടുണ്ടല്ലോ കള്ളികള്, ഇങ്ങനെ ആ ചെരുവിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ കെട്ടിപ്പോയേക്കണ കണ്ട. അപ്പൊ ഈ ചെരുവില് ആ ഫെൻസ് ഇങ്ങനെ ചെരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് നേരെ ആദ്യം തന്നെ ആ തിണ്ടിനെ നേരെ ആക്കിയിട്ട് വേണമല്ലോ വെക്കാൻ. അപ്പോൾ പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിക്കാണ്ട് നടന്നത്. പിന്നെ ഇത് അടച്ച് കെട്ടിയ പോലെ ആവില്ല നമ്മുടെ വീട്. അപ്പം അങ്ങനെ വേണ്ട, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിതിന് എതിർത്തോടുന്നത്. ഇത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ ആദ്യം പടി എന്ന് പറയണത് കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടി കണ്ട ഇതിന്റെ ഹൈറ്റിന് മൊത്തമാക്കാമെന്ന് വിചാരിച്ചു. ഇതിന്റെ ഹൈറ്റ് ഏറ്റവും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന അവിടത്തെ തിണ്ട് ഇത്ര ഹൈറ്റ് ചെറുതാ. അപ്പം അതിൻ്റെ ഹൈറ്റിനാക്കാം എല്ലാവിടെയും. ബാക്കി ഇതൊക്കെ പൊളിച്ചിട്ട്, അതായത് ഇത് ഭയങ്കര ഹൈറ്റ് തിണ്ട് ഇങ്ങനെ കൂടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഫെൻസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഇതിനധികം ഹൈറ്റ് പാടില്ലല്ലോ. പണിക്കാർ ചേട്ടന്മാരെ പോവാ. എന്താ അങ്ങോട്ട് പോണേ? ക്യാമറയിൽ പെടണ്ട വെച്ചിട്ടാ ഫോൺ. അപ്പൊ ഈ തിണ്ടിന്റെ മുകളിൽ ഇങ്ങനെ ഉയർത്തി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ വയ്ക്കുമ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കാശ് ചെലവാണ്, താങ്ങില്ലേ നമുക്ക്. ഇരുമ്പോട്ടല്ലേ പണിയുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഭയങ്കര ഇത് ഹൈറ്റ് ഇത്രയ്ക്കും കുറയ്ക്കാം, ഇത്രയ്ക്കും കുറച്ചിട്ട് ഇവിടെ നിന്നാക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനോട് അന്ന് പറഞ്ഞു, അപ്പം ചെയ്യണ്ടെങ്കിൽ നമുക്ക് അവിടത്തെ ഈ ഹൈറ്റിൽ മൊത്തത്തിലാക്കാം. അപ്പോഴേ ഭയങ്കര ഉയരത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഇരുമ്പ് വേണ്ടി വരും. പിന്നെ ലെവലാക്കി വന്നപ്പോൾ ഇങ്ങനെയൊക്കെയായി. ലെവലാക്കിയപ്പോൾ ഇത് ഒരു നിരപ്പിൽ അത്രയ്ക്കായി. ഇപ്പം അവിടെ അടച്ചു വിട്ടത് അതിൽ നമ്മൾ നടന്ന് നമ്മളെ പറമ്പിലേക്ക് പോവില്ലോ, ആ വഴി അടച്ചു. ഒറ്റ വഴി വേണം മതി എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു വഴി മാത്രം മതി, ഇങ്ങനെ പോവാ വരാം. ചാർലി
പിന്നെ ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ സൈഡ് ഭയങ്കര ഉയർന്നിട്ടാ കണ്ടാ ഈ തിണ്ട് ഇത്രയ്ക്ക് ഉയരത്തിൽ കെട്ടി ഇതിങ്ങനെ ഒരു ഇതിലടന്ന് കണ്ടാ എന്നിട്ട് പിന്നെ ഇനി ഇവിടെ നിന്ന് കുറച്ച് ചെത്തിയെടുക്കണം ഇതേ കണ്ട ഇവിടെ അവർ വരച്ചോണ്ട ഇത് ചെത്തി കളയും ഇത് കണ്ട ഒരു ചോക്ക് കൊണ്ട് വരച്ചുകൊണ്ട് ഇത് ചെത്തി കളയും അപ്പോൾ ഏകദേശം ഇതൊരു തട്ട് ഇവിടെ വരെ വേറൊരു ലെവലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇട്ടിട്ട് അറ്റം വരെ ഒരു ലെവലായിരിക്കും. അങ്ങനെ ഒരു കുറേ നാളത്തെ തർക്കത്തിന് ശേഷം നമ്മൾ ഇന്നലെയാണ് പണി തുടങ്ങിയത് കേട്ടാ. ഇന്നലെ തൊട്ട് അവിടെ അടച്ചു. അവിടെ അടച്ചപ്പോ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇത്ര നാൾ അവിടെ അങ്ങനെ തുറന്നു കിടന്നിട്ടേ. അല്ല നമ്മുടെ ഈ വഴിയിലെ ഇത് വൃത്തികേട് അറിയാലോ, ഇതൊക്കെ ഇതിന് വൃത്തിയാക്കണം. അത് കണ്ട ഇവിടെ അടച്ചു. ഇനിയിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അടഞ്ഞിട്ട് കിടന്നു തുടങ്ങിട്ടാ. ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് വേലി പോലെ അങ്ങനെയല്ലായിരുന്നേ. അവിടെ മാത്രം തന്നെയാണ് കിടക്കാൻ പുറത്ത് ഈ റോട്ടിലേക്ക് കിടക്കാനുള്ള കഴയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ കടപ്പ വിരിക്കുമ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ സജീവനാണ് വന്നപ്പോൾ പറഞ്ഞ ഇങ്ങടും തുറക്കാൻ. അപ്പം അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇതിൽ കൂടെ ഇവിടെ റോഡ് ഇങ്ങനെ വീതി മൊത്തമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഇങ്ങനെ കാർ ഇങ്ങനെ തിരിച്ചു പോവാലോ, ബാക്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ തിരിക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതിനുള്ള വീതി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിൽ കൂടെ കാർ എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ വെറുതെ തുറന്നു കിടക്കുക തന്നെയാണ്. അപ്പൊ ഇത് അടച്ചപ്പോ നോക്കി ഇതിന്റെ ഹൈറ്റ് ഉണ്ട്, ഇവിടുത്തെ ഇത്രയും ഹൈറ്റ് വന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ മാറ്റം. ഈ ഹൈറ്റ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വെച്ചെങ്കിലേ. ഈ ഹൈറ്റ് പിടിച്ചിട്ട് നോക്കിയപ്പോഴേ ആറ്റത്തി ചെന്നപ്പോ അവിടെ ഇല്ല. അവിടെ ഭൂമിയുടെ അടിയിലേക്കാ പോണേ. ഈ വാട്ടർ ലെവൽ നോക്കുമ്പോ അറ്റം ഈ ഹൈറ്റിനാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോർ വെക്കായിരുന്നു. അപ്പൊ ഇങ്ങടെ ആ പറമ്പിലേക്ക് പോകാനൊക്കെ ഇതിൽ കൂടെ കടക്കാലോ. ഇപ്പൊ ഇത് ഇവിടെ ഡോർ വെക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നാളെ സുമേഷും കൂട്ടരും വരും ഈ മറ്റേ ഇത് തുടങ്ങാനായിട്ട്, പണി ആരംഭിക്കാനായിട്ട്. അത്രയല്ല ഒരാഴ്ചത്തെ പണി. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റം വരും കേട്ടോ നമ്മുടെ വീടിന്റെ ഇതില്. പിന്നെ നമുക്ക് നമ്മുടെ ചാർലീനും ഇമ്രാനൊക്കെ അഴിച്ചുവിടാം. ഇവിടെ ഇതിങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പുറത്തേക്ക് പോകില്ല. അതാണ് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ നോക്കാൻ തന്നെ കാരണം. അവര് പുറത്തേക്ക് പോവാണേ. ചാർലി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൊണ്ടുവന്നാക്കാൻ പോവും. ഇപ്പൊ ഈ നിതിനെ കൊണ്ടുവന്നാക്കാൻ കമ്പനിപ്പടി വരെ പോവും. അപ്പൊ കമ്പനിപ്പടിയിൽ അവിടെ ഉള്ളവരൊക്കെ നിതിൻ്റെ അടുത്ത് ചോദിക്കാന്ന് നിന്റെ നായ്ക്കുട്ടിയാണോ എന്ന് ചോദിക്കാന്ന്. അപ്പൊ കാരണം ഇതിങ്ങനെ വല്ല വണ്ടി ഇടിച്ച് ചാവതേ. അപ്പോ ഇപ്പൊ ഇമ്രാൻ അയച്ചിട്ട് തുടങ്ങിയപ്പോ ഇമ്രാൻ ആയത്തെ കുറച്ച് ദിവസം നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് എങ്ങോട്ടും പോയില്ലേ. രാത്രി മുഴുവൻ അതവിടെ കിടക്കണ്ടാവും. ഇപ്പൊ അതൊരാഴ്ചയായിട്ട് അതിനെ കാണാനില്ല. ചാർലിയ ഇനിയും കൊണ്ടുപോവാ പുറത്തേക്ക്. അപ്പൊ അത് അപകട, അത് പുറത്തേക്ക് വിടാം. അപ്പൊ രാത്രിയും പൂട്ടിയിടാൻ പറ്റില്ല. അപ്പൊ നമ്മളപ്പോ ഇവിടെ എന്തായാലും അങ്ങനെ ചേട്ടന്റെ ഇത് ഇനി ഞാൻ എന്നിട്ട് പറഞ്ഞ ചേട്ടാ സമ്മതം മൂടി അങ്ങനെ ഇപ്പൊ ഇതൊക്കെ ആയിട്ട് പോണത് എവിടേക്കാന്ന് അറിയില്ലേ. പാലക്സീര അടക്കിട്ടാ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണത് കണ്ട നമ്മുടെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുള്ള ഈ പയറും തടാണ് കേട്ടോ. ഇത് മുഴുവൻ കാലാവധി കഴിഞ്ഞു. ഞാൻ ഇടയിൽ ഒരെണ്ണത്തിനും വേര് പറിച്ച് നോക്കുകയോ അല്ലെങ്കിൽ പറിച്ച് മാറ്റി നടുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ. നന്നായി അങ്ങനെ കൂടി പറയും. ഞാൻ നന്നായി എന്ന് സരിത പറയാ. അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് അത് നശിപ്പിച്ച് കളയുന്നത്. ഈ സാധനം കണ്ട ചേട്ടാ, ഇത് പണ്ട് റോഡ് സൈഡിലൊക്കെ നിറച്ചിട്ടുണ്ടോ കാക്കാപ്പൂവ. നമ്മള് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാ കാക്കയെ പൂച്ചയാ പറയ്. കാക്കയെ പൂച്ചയാ പറയ്. കാക്കയാണോ പൂച്ചയാണോ പറയ്. കാക്ക ശരിയാ. കറുത്ത് പൊളിച്ചു നോക്കുമ്പോ കറുപ്പ് കളറാണേ കാക്ക. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. അടുത്തെടുക്കും ഈ സാധനം കാക്ക പൂച്ച കണ്ട നോക്കിയേ വലിയ അത്രയധികം കാക്ക. ഇതാണ് സാധനം കേട്ടോ. നോക്കിയേ കണ്ടിട്ടില്ലേ ഈ ചെടി നോക്കിയേ. ഒരു തരം പുല്ലാണ് ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ വീട്ടില്. ഇപ്പൊ അധികം കാണുള്ളൂ അല്ലേ. അതൊക്കെ ഓരോന്നോരത് ഇല്ലാണ്ടായി വരില്ല. ചിലത് പൊളിക്കുമ്പോ അതിന്റെ ഉള്ളിൽ വെള്ള കളറായിരിക്കും. അപ്പൊ പൂച്ച കാര്യമൊന്നുമില്ല. തലയ്ക്ക് ഭ്രാന്ത് ഇത്രയുള്ളൂ. അന്നത്തെ ഓരോ കളികള്. കൊറേ ദൂരം നടന്ന് ഇങ്ങനെ പോകുമ്പോ എന്തേലും എന്റർടൈൻമെന്റ് വേണ്ടേ. ഇപ്പോഴത്തെ പോലെ മൊബൈൽ നോക്കിയിരിക്കുന്ന സമയങ്ങളൊന്നും ഇല്ല കാലത്ത്. ഇതെല്ലാം കാക്കിയാണല്ലോ, ഇതിലൊന്നുമില്ല പൂച്ച. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാനിവിടെ എടുപ്പാക്കുന്നു. സരിത പാലക്ചീര ഉണ്ടല്ലോ നമ്മുടെ. ഇന്നലെ രാജലക്ഷ്മി ചേച്ചി വന്നിട്ട് പാലക്ചീര കൊണ്ടുപോയി. രാജലക്ഷ്മി ചേച്ചി സംഘവും വന്നിട്ട് ആള് തന്നെ പറഞ്ഞു വെട്ടുകിളികള് വന്ന് പോയ പോലെയായിരുന്നു പറമ്പ്.
ഒരുമാതിരി കുറെ സാധനങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ഉള്ളത് കേട്ടാ, ഇവിടെ ഇപ്പൊ എന്തോരം ഉണ്ടാവും ഉള്ള സാധനങ്ങള് എന്താ പറയാ ചേട്ടാ, പച്ചമുളക് ഒരു വിധം എല്ലാം പൊടിച്ചോണ്ട് പോയി. പാലച്ചീര, കോളിഫ്ലവർ, കാബേജ്, തക്കാളി. മുറിച്ചോ. അപ്പൊ നമ്മുടെ പാലച്ചീര ഒരു വട്ടം മുറിച്ചത് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അതേ കണ്ട, ഇതൊക്കെ പോയി കണ്ട. ഒരു പിടി മതി സരിത, ഇത് എത്ര മതിയാ? മതിയല്ലേ? പക്കവാടിന്റെ ആകാൻ പാലക് പക്കവാട ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് മാതൃഭൂമിയുടെ ഇതില് കണ്ടതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളെ സ്വന്തം ചെയ്യാവുന്നുള്ളൂ തന്നെ. വേണ ഒരു നോറിയാക്കിയല്ലോ, ടേസ്റ്റ് ആയിക്കോട്ടെ. വേറെ മുറിക്കുക. ഇത് കൊണ്ടുപോയിട്ട് കഴുകി അരിയാദ്യം. ഇനി ഒരിക്കലും പച്ചമുളക് കണ്ടമാനായില്ലോ. അത് മതി, ആദ്യം ഒന്നുമില്ല, നല്ല നന്നായി കഴുകുക. മമ്മൂട്ടി പറയുന്ന പോലെ, മറവത്ത് പറയുന്ന പോലെ നല്ല പോലെ മിളകും മല്ലിയൊക്കെ അരച്ച് വെക്കി കോഴീനെ പിടിച്ചിട്ടില്ലേ, അതുപോലെ അടിപൊളിയായിട്ട് പക്കവാടി ഉണ്ടാക്കുന്നു. കഴുകുമ്പോൾ കുറേ ചില ഇലകൾ നാശായതുണ്ട്, പോയി വരുമ്പോൾ അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ലു ചേട്ടൻ ഇന്നലെ രാവിലെ പണിക്ക് പോയതാ, വന്നിട്ടുണ്ടായിരുന്നില്ല. 2 വാഗൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിലത്തെ ചരക്ക് ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഇറക്കണം. അപ്പം അത് കാരണം ഇന്ന് രാവിലെ ആയിട്ടും ആള് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നാവോ അല്ലേ അല്ല ചേട്ടൻ? അല്ല ചേട്ടനെ പണി കഴിഞ്ഞ് വന്നാവോ എന്ന് പറയാ. ഞാനങ്ങനെ ഒന്നും കേട്ടില്ല, ഞാൻ ഈ തക്കാളി തന്നെ ശ്രദ്ധിക്കായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു തടം ഞാൻ വൃത്തിയാക്കാൻ പോകുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം. പയർ കുറേ കിട്ടി, അല്ല പയർ കുറേ കിട്ടിയെന്ന് പറയാം നമുക്ക്. തീന്നേ ഇന്ന് രാവിലെയും കൂടി പയറുപ്പേരിയായിരുന്നു. കുറേ തത്തമ്മകൾ കൊണ്ടുപോയെങ്കിലും നമുക്ക് അങ്ങനെ നഷ്ടം വന്നില്ല, ആർക്കും കൊടുക്കാണ്ടായില്ല, നമുക്ക് ഓരോ പിടി കിട്ടും. ഒടിച്ചിടാണ പയറില്ലേ, അതായിരുന്നു. മറ്റേത് തന്നെ നിർത്തി കഴിഞ്ഞാൽ കിട്ടില്ല. ചെറുതായിരിക്കും ചൂനിയമ്മളെ കിട്ടാൻ മതി. ചൂനിയമ്മളൊക്കെ ഉണ്ട് ഇവിടെ. കടുത്ത വേനൽക്കാലമല്ലേ, കടുത്ത വേനൽക്കാലം. നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ഡിഗ്രിക്ക് മീതിയാണ് ചൂട്. 35 ഡിഗ്രിക്ക് മീതിയെ ചൂടുണ്ടാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ 35 ഡിഗ്രിക്ക് മീതെ പിടിച്ച് നിൽക്കില്ല. എല്ലാത്തിനൊരു 32 ഡിഗ്രിയൊക്കെ നമുക്ക് ചൂട് പാടുള്ളൂ, അതിന് താഴെ. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് തന്നെ എങ്ങനെ നനച്ചു കൊടുത്താലും, ഇപ്പോൾ നമ്മൾ തലേദിവസം നനച്ചു, കാലത്തൊരു 9-10 മണിയാകുമ്പോഴേക്കും ഭൂമി മരുഭൂമി പോലെയായി. അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രതിഭാസം. ഒക്കെ കാല് കുത്തിയതാട്ടെ ഈ പച്ചക്കറിക്ക്, അല്ല ഈ പയറിന് താങ്ങിനായിട്ടേ. സാധാരണ പാലക്കോട് എന്ത് ചെയ്യണ്ടെങ്കിൽ ആദ്യം തിളച്ച വെള്ളത്തിലിട്ട് പിന്നെ ഐസ് വെള്ളത്തിലിട്ട് അങ്ങനെയല്ലേ. അതൊന്നും ഇതിന് വേണ്ടല്ലോ. നിനക്ക് എന്തൊക്കെ വേണ്ട? മല്ലിയില പുതിനല വേണമല്ലേ? മല്ലിയില പുതിനല പച്ചമുളക്. മല്ലിയില പൊടിക്കാൻ അല്ല ഞാൻ അവിടേക്ക് പോവാം. പുതിനല മല്ലിയില പൊടിയുണ്ട്. വേപ്പില അല്ലേ സരിത? 2 തരി വേപ്പില പൊട്ടിച്ചു. അതെ, പുതിന ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ എൻ്റെ അടി. നമ്മളവിടെ വെച്ചിട്ടുണ്ട്, വലുതായിട്ടില്ല എന്ന് മാത്രം. പുതിനത്തിരി കൂടുതലെടുക്കാം. പിന്നെ മല്ലിയില ഇവിടെ ഉണ്ട്. മല്ലിയിലും പുതിനലയും വേപ്പിലയും. ഇനി പച്ചമുളക് വേണം, 2-4 പച്ചമുളക് പൊടിച്ചു. എന്തായാലും ഓക്കെ, സെറ്റായി. അല്ല ചേട്ടൻ വന്നിട്ടില്ലേ ചേച്ചിയെ? നൂറാങ്കുഴി ഇതേ കൊത്തമ്പരയാ, ചൂട് കാരണേ കരിയ. ഇരുട്ടാവണുണ്ട് ചേട്ടാ പെട്ടെന്ന്. ഇരുട്ടാവണത് പെട്ടെന്ന്. നിനക്ക് അവിടെ കുഴപ്പമുണ്ടാവില്ലേ, വെളിച്ചം കിട്ടും. മതി അധികം ഓയിശ്വര അരിഞ്ഞരിഞ്ഞ് മുളക്. എന്തായി അരിഞ്ഞു തുടങ്ങിയിട്ട്? അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു, അരിയാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിലിപ്പോൾ പാലച്ചീര, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിയില, പുതിനല ഇത്ര അരിഞ്ഞു. ഇനി എടുക്കാം അല്ലേ സാധനങ്ങൾ? നീയായിട്ട് കൂട്ടി കുഴച്ചിട്ട് ഉണ്ടാക്കിക്കോ. പിന്നെ നമ്മളുണ്ടല്ലോ ഇവിടെ സരിത, ഈ ഭൂമീനെ ഞാൻ ചൂടിന് വിട്ടു കൊടുക്കണില്ല. മുകളിലൊരു സാധനം കെട്ടിയിട്ടേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചൂട് കാരണേ ഒടുക്കത്തെ ചൂടല്ലേ. അല്ല ചേട്ടാ കഴിഞ്ഞിട്ടില്ലേ പോന്ന അവിടുന്ന്?
ഇന്ന് നേരം വൈകോ? അല്ല ചേട്ടാ എത്തിയിട്ടില്ലാന്ന് പാവം, ഇന്നലെ കാലത്ത് പോയതാ. ഇതിലേക്ക് കുറേ സാധനങ്ങൾ ഇടാണ്ട് കേട്ടാ. ഒരു സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാട്ടാ. അവിടെ വെടുപ്പിടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നനയ്ക്കാം നോക്കാം. പൈപ്പ് മോട്ടർ വിട്ടുണ്ടേ. വീണ്ടും ഇങ്ങോട്ട് വന്നു. തൃശ്ശൂരേ അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോക്ക്. ഞങ്ങൾ അധികം നാടകം ഒന്നിട്ടും കണ്ടില്ലേ. ഞാൻ 2-3 നാടകത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് നാടകങ്ങളൊന്നും ഞാൻ അങ്ങനെ കാണാൻ പോലും പല പല രാജ്യങ്ങളിലെ. ഒരു മലയാള നാടകം ഞാനും സരിയും കൂടി പോയി കണ്ടു. കോട്ടയംകാരെ 6ാമത്തെ വിരൽ എന്ന് പറഞ്ഞിട്ട്, കോട്ടയം എന്തിന്റെ സാധനത്തിന്റെ പേര് സരിത? രാജു നാരായണൻ, അല്ല അജു നാരായണൻ. എൻ്റെ പേരില്ല, അജു. ഡോക്ടർ അജു നാരായണൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു അരിച്ചങ്കടിച്ചു അയ്യോ, പിന്നെ എന്തിനാ പിടിക്കാൻ പോണേ? കൈമ കുത്താനാണോ? എന്തൊരു ചെലവ് ചെയ്യാൻ. അപ്പളേ അജു നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ നാടകങ്ങൾ 6ാമത്തെ വിരൽ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം എനിക്ക് സരിതിയും കാണാൻ ബുക്ക് ചെയ്തു. ഭയങ്കര തിരക്കുന്നുണ്ട് നാടകം കാണാനായിട്ട്. നമ്മൾ വിജയിക്കുന്ന പോലുള്ള ആളുകളൊന്നും അല്ല, അത്രയ്ക്കധികം ആളുകളാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ നാടകത്തിലത്തെ മെയിൻ ക്യാരക്ടറെ അഭിനയിക്കുന്നത് സിദ്ധാർത്ഥ് ശിവൻ, നമ്മുടെ സിനിമാ സംവിധായകൻ, നടൻ, സിനിമാ സംവിധായകൻ, ദേശീയ അവാർഡ് നേടിയിട്ടുള്ള കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. സൈസില് തടിയുള്ളത് ആലപ്പുഴയുള്ളതാണ്. അയ്യോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു, സബോള അരിഞ്ഞിട്ടു. അപ്പം അയാൾ അഭിനയിക്കുന്നുണ്ട്, അവൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ മറ്റേ കോട്ടയത്ത് തിയേറ്റർ ഓഫ്, അതിന്റെ പേര് ഞാൻ മറന്നു. അവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമ പോലെ എന്തെങ്കിലും ഈ തിയേറ്റർ പഠിപ്പിക്കണ കുട്ടികൾ അല്ല പഠിപ്പിക്കുന്നത്. നാടകല്ലേ, അന്താരാഷ്ട്ര നാടകോത്സവമാണ്. ഈ ഒരു 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു നാടകം കളിപ്പിച്ചോക്കെ. കണ്ടു കഴിഞ്ഞപ്പോഴേ പെരിഞ്ജീരകം. ഞാൻ 2-3 ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടാ നാടകത്തിൻ്റെത്. ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര സെറ്റാണ്. എന്തൊരു സംഗതി യാത്ര പോണു ഒരു പ്രമാണിയും വഞ്ചിക്കാരനും അയാൾ കാലങ്ങളായിട്ട് ആലപ്പുഴന്ന് ഈരാറ്റുപേട്ട വശത്തേക്ക് ഇവിടെ നിന്നുള്ള സാധനങ്ങള്, ആലപ്പുഴ വശത്ത് സാധനങ്ങൾ. അയ്യോ അതെങ്ങനെയാ? ഇതെന്തിട്ടത്? അയ്യോ ചേട്ടൻ തീയിടാണ്ട് പിന്നെ ഞാൻ കിടത്താൻ മറന്നു പോയി. ചേട്ടൻ ഇതിന്റെ കടക്ക് എന്തിനാ തീയിട്ടെ? അതങ്ങോട്ട് തീ കയറി പോയതായിരിക്കും. അല്ല ഇവിടെ മറ്റേ സാധനം അവസ്ഥ നോക്കിയേ, എന്താ ചിരിക്കണത് നീ? അതല്ല, ഞാനേ ഇവിടെ സാധനം കത്തിക്കാണ്ടായിരുന്നു, ചെറുത് ഒരു ചപ്പച്ചാവറ കൂടിയിട്ട്. അതങ്ങോട്ട് കയറി പിടിച്ചു. ഇവര് കടയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൊടിക്കും. ചുണ്ടങ്ങ ഭയങ്കര പ്രതിരോധ ശക്തിയുള്ള സാധനമല്ലേ. അയ്യോ സാലഡ് ചുണ്ടങ്ങ നിങ്ങൾക്ക് വെയിലിനെ പ്രതിരോധിച്ചിട്ട് പാവം നിക്കുക. അപ്പൊ അതിന്റെ കടയ്ക്ക് നനച്ചു വരും. അപ്പൊ അത് പറയാം, അത് അവിടെ കേട്ടെ. അപ്പൊ ഈ ആലപ്പുഴ വശത്തെ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങള് പോലുള്ള സാധനങ്ങള് കൊണ്ടുപോവാണ്. കയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് ഇവിടുന്ന് കൊണ്ടുപോവാണ്. എന്നിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ ഈരാറ്റുപേട്ട വശത്ത് നിന്ന് അവിടുന്ന് മലഞ്ചരക്ക് സാധനങ്ങളില്ലേ, കുരുമുളക്, ഏലം, പിന്നെ കൊപ്ര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, കപ്പ, ഉണക്കക്കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്നുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കച്ചവടം നടത്തുന്ന ബിസിനസ്സാണ് ഇയാളുടേത്. പിള്ളാച്ചൻ സിദ്ധാർത്ഥ ശിവേര. മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് ബാക്കി പറയാം കഥ. മഞ്ഞൾപ്പൊടി ഇട്ടുകൂട്ടാ, അടിപൊളി കൂട്ടാട്ടത് തന്നെ. ഉപ്പിട്ടാ? ഉപ്പിട്ടു. ഇനി കുറച്ച് മുളക് പൊടി മതി, അധികം വേണ്ടേ. ഇതിൽ ഇഷ്ടം കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് ഗരം മസാലപ്പൊടി. ബെസ്റ്റ് സാധനമല്ലേ. ഇനി കുറച്ച് അരിപ്പൊടി ഇടണം, അധികം വേണ്ട. കടലമാവാണ് എന്നിട്ട് പറഞ്ഞ കടലമാവ് തന്നെയല്ലേ ഞാൻ പറഞ്ഞ? കടലമാവ് എന്ന് പറഞ്ഞു കറക്റ്റാ. കടലമാവ് ഇടാൻ പോണത്. കടലമാവ് ഇത്തിരി കൂടുതലിടും, വല്ലാണ്ട് അധികം ആവശ്യത്തിന് നോക്കിയിട്ട് കുഴച്ചിട്ട് ഇടാട്ടാ. കുഴക്കാൻ പോണു. കൈ കഴുകട്ടെ. ഇലവർഗ്ഗങ്ങൾ കൂടുതൽ ചേട്ടാ. അത് നല്ല അപ്പളല്ല ടേസ്റ്റ് ആവാ. അപ്പൊ പൊടി ഇടണ്ടേ? പൊടിയിട്ടാ
ഞാൻ അടുപ്പ് കത്തിച്ച് തരണേ അപ്പോഴേക്കും. കത്തിച്ചോ. അത് ശരിയാക്കിയിട്ട് നമുക്ക് കഥ പറയാം. കഥയിൽ നിന്ന് പലപ്പോഴും വഴുതി മാറിപ്പോകും. നിങ്ങൾക്ക് കേൾക്കാൻ ആകാംക്ഷ ഉണ്ടാവും. തുടങ്ങി ഇത്തിരി കഴിയുമ്പോൾ ഏത് നാടകം കാണായിരുന്നു, തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടൻ ഇങ്ങനെ വരും എൻ്റെ മേലേക്ക് ചെരിഞ്ഞിട്ട് ഉറങ്ങിയിട്ടാ. പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങലാണ് പണി. ഇത് എനിക്ക് ശരിക്കും നാടകം കാണാൻ പറ്റില്ല, ഇവിടേക്ക് ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ വന്നിട്ടേ. പക്ഷേ ഈ പ്രാവശ്യം നാടകം തുടങ്ങി ഇത്തിരി കഴിയുമ്പോഴേക്കും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ മര്യാദയ്ക്ക് നാടകം കാണും. അപ്പോൾ എന്താണാവോ അതങ്ങോട്ട് എനിക്കതങ്ങോട്ടേ ലാഗ് അടിക്കുക, ബോറടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ആ നാടകത്തിലേക്ക് കയറൂ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കുക, അപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് ആവും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ടേ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ കിടന്നുറങ്ങി. കുറേ ഇടയിൽ കുറേ ഒന്നും ഞാൻ കേട്ടില്ല, ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ അതിൻ്റെ കഥ പറയാട്ടാ. അത്രയ്ക്കും ബോറിംഗ് ആയിരുന്നു. ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഭയങ്കര ലാഗ്. ഇതിൽ ഈ പെരിഞ്ചീരകം കിട്ടില്ലേ? പെരിഞ്ചീരകം കിട്ടും. അത് അന്താരാഷ്ട്ര നാടകോത്സവമാണെന്ന് ആലോചിക്കണം കേട്ടോ. എത്രയും പ്രഗത്ഭന്മാർ തിരഞ്ഞെടുക്കണ നാടകമാണ് ആലോചിക്കണം. ആരാണ് അവൻ ജൂറി? ചേട്ടാ കൊതുവിനടിച്ചോ? എന്നിട്ടേ അപ്പൊ കഥ പറയാൻ പോകട്ടെ ഞങ്ങൾ. അങ്ങനെ പിള്ളേച്ചനും ഇയാളും കൂടിയിട്ട് പോവാണ്. അത് വഞ്ചിക്കാരത്തോടെ ഇയാളുടെ കാലങ്ങളായിട്ടുള്ള ഇയാളുടെ പേരെന്തായിരുന്നു? കുട്ടാപ്പിയാ? കുട്ടാപ്പി അങ്ങനത്തെ ഒരു പേരാണ് കേട്ടാ. അയ്യോ എന്തേലും പേരാവട്ടെ. എന്നിട്ട് ഇയാള് പോകുന്നുട്ടാ. വഞ്ചിക്കാരന്റെ പേരെന്തായിരുന്നു? പോണതിന് മുമ്പ് ഈ വഞ്ചിക്കാരന്റെ ഭാര്യ യാത്ര അയക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാരണം പോയിട്ട് വരാൻ ഒരു മാസമൊക്കെ എടുക്കുക. കുറെ നാൾ കഴിഞ്ഞിട്ടാണല്ലോ വരാ. പണ്ട് കാലം 1960 കഥയാണ് കേട്ടോ നടക്കണത്. അപ്പൊ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ പോയിട്ട് അവിടെ കച്ചവടം നടത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ആളുകൾ കുറെ കച്ചവടക്കാർ കുറെ സാധനങ്ങൾ ഇവിടേക്ക് ഇവരെ വഞ്ചിയിലേക്ക് കയറ്റാണ്. അത് തലയിൽ ഇങ്ങനെയൊക്കെ ചുവന്ന് കയറ്റുന്നതൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് കയറ്റി ഇവർ പോരാണ്. പോരുമ്പോൾ ഇയാൾ ഇത്തിരി പെശകാണ്. ആര്? നമ്മുടെ പിള്ളാച്ചൻ. അത് സിദ്ധാർത്ഥ ഇവരെ കഥാപാത്രം ഇത്തിരി പെശകാണ്. അതൊക്കെ കുറെ പെണ്ണുങ്ങളായിട്ടൊക്കെ അതിൻ്റെ ഇടയിലുള്ള റോളുകളൊക്കെ ഉണ്ട്. വഴിയിൽ ഇയാളെ മാറ്റി നിർത്തിയിട്ട്, അതായത് ഈ തുഴക്കാരനെ പല സ്ഥലങ്ങളിലേക്കും ഓരോ സാധനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളില് നങ്കൂരടിച്ചിട്ട് പോവില്ല. അപ്പൊ ആ ഗ്യാപ്പില് ഇയാൾക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് അധികം മതി. അതല്ല അത്രയ്ക്ക് വേണ്ട, ഇത്രയ്ക്ക് മതി. ഏതെങ്കിലും ഒന്ന് പറയും. ഇത്രയ്ക്ക് മതി. ഇനി പൊടിയിടണ്ട. അധികമായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ. ശരി, അപ്പൊ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടാ. വേണ്ട ഇങ്ങനെ ഇനി ഇതിനെ നമ്മളിങ്ങനെ ബോളുകളാക്കിയിട്ട് ഈ കൈ കഴുകിയിട്ട് കൈമേ വെളിച്ചെണ്ണ ആക്കിയിട്ട് ആക്കേണ്ടി വരും. വെളിച്ചെണ്ണ വെച്ചു. അപ്പളേ അങ്ങനെ അങ്ങനെ ഏകദേശം കുറേ ദൂരം പോകുന്നു കേട്ടാ. കായലിലൂടെ ഇങ്ങോട്ട് പോവാണ്. അല്ല, അവര് പോരുമ്പോ കുറെ ചരക്കുകൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഏലം, ചുക്ക്, അങ്ങനെയൊക്കെ ഉള്ള കപ്പ, ഉണക്കക്കപ്പ. ഒരാള് 5 ചാക്ക് ഉണക്കക്കപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയും. ഒരു സായിപ്പ്, ഒരു സായിവ്. അപ്പോൾ ഇതിന് പൈസ ഒന്നും വേണ്ടല്ലോ, നിനക്ക് അതിന് പകരം ഞാൻ ഒരു അടിപൊളി സാധനം തരാം, നീലച്ചട എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, കഞ്ചാവ് കൊടുക്കും. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയായിട്ട് ഇവര് വരാണ്. പിന്നെ ഈ ചാക്ക് പെട്ടെന്ന് ഒരു ചാക്ക് വെറുതെ പരിശോധിച്ചപ്പോ ആ ചാക്കിൽ മുഴുവൻ പരിശോധിക്കല, ആ ചാക്കിന്റെ ഇത് പൊട്ടിയിട്ടേ കെട്ട് പൊട്ടിയിട്ട് അതിൽ പുറത്തേക്ക് വരും നോട്ടുകളാണ്. അപ്പൊ ഈ 5 ചാക്ക് ഉണക്കക്കപ്പ കയറ്റിയാലത്തെ ഒരു ചാക്ക് മുഴുവൻ പൈസ ആയിരുന്നു. അപ്പൊ പറയും ഇത് നിങ്ങൾ വിൽക്ക ഒന്നും ചെയ്യണ്ട, അവിടെ വിൽക്കൊന്നും വേണ്ട, ഇത് അവിടെ ചെല്ലുമ്പോ ഏതോ ഒരു സ്ഥലത്ത് മുഹമ്മേല് എന്റെ മോൻ അവിടെ നിൽക്കണ്ട, മോൻ ഈ 5 ചാക്കും കൊടുത്താൽ മതി പറഞ്ഞിട്ടാണ് കയറ്റി വിടണം. അപ്പൊ അതിലത്തെ ഒരു ചാക്കില് പൈസ ആയിരുന്നു. പിന്നെ ഈ പൈസ നമുക്ക് പകുതി പങ്കിട്ടെടുക്കാം. പറയും ഇതിപ്പോ നമ്മുടെ കാശാന്ന് പറയും. അപ്പൊ മറ്റേ കുട്ടാപ്പി പറയും അല്ല, ഇത് നമ്മുടെ പൈസയല്ല, ഇത് അയാളുടെ പൈസയാന്ന് പറയും. അപ്പൊ എടാ നമ്മൾ പോണ വഴിക്ക് ഇപ്പൊ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മളല്ലേ ജയിലിലിടാ. അപ്പൊ അതാരുടെ പൈസയാ? അപ്പൊ നമ്മുടെ പൈസ. അങ്ങനെ ഇയാള് കുറെ അങ്ങോട്ട് പരസ്പരം തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ വള്ളക്കാരൻ
എന്ത് സമ്മതിക്കില്ല. ഇത് നമുക്ക് ഇത് നമുക്ക് വേണ്ട പിള്ളേച്ചാന്ന് പറയും. പിള്ളേച്ചനും പറഞ്ഞു എന്നാ വേണ്ട നമുക്കിത് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെ രണ്ടുപേരും മീൻ പിടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തും. ഒരു സ്ഥലത്ത് മീൻ പിടിക്കാൻ നിർത്തിയിട്ട് ഇയാള് മീൻ പിടിക്കാനായിട്ട് നോക്കുന്ന ടൈമിൽ ഇത് മറ്റേ വള്ളക്കാരൻ മീൻ പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പിള്ളാച്ചൻ പിന്നിയോടെ ഒരു ഷാള് ഇട്ടിട്ട് ഇയാളിങ്ങോട്ട് മുറുക്കി തോർത്തുമുണ്ടോട്ട് മുറുക്കി ഇങ്ങനെ കൊന്നിട്ട് ചെടിയിൽ ചവിട്ടി താത്തും. അത് പറഞ്ഞാ പോരെ. അല്ല, ചെടിയിൽ ചവിട്ടി താത്തി കഴിഞ്ഞു. അങ്ങനെയാണ്. പിന്നെ ഇയാൾ ഇവിടെ വന്നിട്ട് കച്ചവടമൊക്കെ നടത്തിയിട്ട് പിന്നെ ഇയാൾ ഭയങ്കര കാശുകാരനാവും. പക്ഷെ ഇയാളെ അപ്പൊ ഈ തുഴക്കാരനുണ്ട്. തുഴക്കാരൻ്റെ തുടക്കത്തെ ഇത് കാണിക്കുമ്പോൾ തുഴക്കാരൻ 6 വിരലാണ്. ഒരു കൈമ 6 വിരലാണ് അയാൾക്ക് കേട്ടോ. ഭാഗ്യാണെന്നാണ് പറയാ. 6 വിരലുള്ള ഒരു ഭാഗ്യവന്മാരെന്നൊക്കെ പറയാ. പക്ഷെ ഇയാളെ ഭാഗ്യം ചെളിയിൽ താഴ്ത്തപ്പെട്ടു. അത് വേറെ കാര്യം. ഇയാളെ കൊന്നു. ഇപ്പൊ വീട്ടിൽ വരുമ്പോ ഈ സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോ ഭാര്യ അന്വേഷിച്ച് വരും. എന്റെ ഭർത്താവിനെ കാണാനില്ലല്ലോ. പിള്ളേച്ചനോട് ചെയ്യും. പിള്ളേച്ചൻ പറയും ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ പിന്നെ അവനെ കാണാണ്ടായി. അവൻ എവിടെയാണ്ട് ഒരു ഇടുക്കി വശത്തേക്കാണ്ട് ഒരു പെണ്ണിനെയും കൊണ്ട് പോയി. അവൻ അവിടെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഭാര്യയോട് പറയും. പിന്നെ അയ്യോ ചൂടായിട്ടില്ലേ. അയ്യായി അത് കഴിഞ്ഞിട്ട് പിള്ളച്ചന്റെ ഭാര്യ പ്രസവിക്കാനായിട്ട് വയറ്റാട്ടി പറയും. അല്ല, പിള്ളച്ചനാണെങ്കിൽ കുട്ടികള് ഇല്ല. അപ്പൊ ഭാര്യക്കാണ് ഇത്ര കുഴപ്പം. അപ്പൊ അതിന് ചികിത്സിക്കണേ കുറെ കാശ് വേണം. അപ്പൊ പിള്ളച്ചന്റെ കയ്യിൽ കാശില്ലാണ്ട് ചികിത്സിക്കാണ്ട് നിൽക്കായിരുന്നു. ഇതിപ്പോ ഒരു ചാക്ക് നിറച്ച് കാശ് കിട്ടിയല്ലോ. അപ്പൊ അത് വെച്ച് ചികിത്സിച്ചു. ഭാര്യ ഗർഭിണിയായി. അങ്ങനെ ഭാര്യ പ്രസവിക്കും. ഭാര്യ പ്രസവിച്ച വിവരം വന്നിട്ട് വയറ്റാട്ടി, പണ്ടത്തെ വയറ്റാട്ടി പേരെടുക്കുന്ന വയറ്റാട്ടി ഇല്ലേ, ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മാമ വന്നിട്ട് പറയും പ്രസവിച്ചു. സുഖപ്രസവമായിരുന്നു. ഭാഗ്യം 2 ഭാഗ്യമാണ് ഒരുമിച്ച് വന്നേക്കണേന്ന് പറയും. ആൺകുട്ടിയാണ്. അതൊന്ന്. 2 അവന്റെ വലത്തെ കൈമേ 6 വിരലാന്ന് പറയും. അത് കേട്ടോടുകൂടി പിള്ളച്ചന്റെ ബോധം പോയി. പിന്നെ പിന്നില് 6 വിരലുകൾ ഇയാളെ വേട്ടയാടുന്നുണ്ട്. വിരലുകൾ ഇങ്ങനെ പൊക്കിയിട്ട് കാണിക്കുന്നുണ്ട് നിറയെ. നാടകം അവസാനിക്കും. നാടകം കഴിഞ്ഞു. ഇതാണ് നാടകം. ഇതാണ് അതിന്റെ കഥ. ഇത്രയും വലിയ ആളുകളൊക്കെ നാടകം കാണാൻ വന്നിട്ട് ഇളിബരായി എന്നുള്ളതാണ്. എന്താ പറയാ. ഞാൻ പിന്നെ നാടകം കാണുന്നില്ല. അതുകൂടി ഇന്ന് ഒരെണ്ണത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തിന്. പക്ഷെ ചേട്ടൻ നമ്മൾ പോയില്ല. എനിക്ക് സരിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വേണ്ടി വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് പാലക്ക വട തന്നെ. അല്ല പാലക്കല്ല. അല്ല ആയിട്ടില്ല. 4 മിനിറ്റാണ് ചെറുതാ. അപ്പം എൻ്റെ കളന്നൊന്നും കഥ പറഞ്ഞിട്ട് എന്തുട്ടേക്ക് കഥ പറഞ്ഞല്ലേ. ടേസ്റ്റ് ഉണ്ടാവോ? ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് നോക്കിയില്ലേ? ഉപ്പുണ്ട്. അത് മാത്രം മതി. ഉപ്പ് അധികമായോന്നൊരു സംശയമുണ്ട്. ഇത് ഗംഭീര ടേസ്റ്റുള്ള സാധനമായിരിക്കും. പക്കവട. പക്കവടയല്ല, പാലക്ക് പരിപ്പട എന്ന് പറയാം. അല്ല, പാലക്ക് വട. പക്കവട എന്ന് പറയാൻ പറ്റില്ല. പക്കവട എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുറെ ഇങ്ങനെ നുള്ളി പരിപ്പില്ല. കടലമാവാണ്. കടലമാവ് അരിപ്പൊടി. എടുക്കാന്ന് ഇതിനെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ 4 എടുക്കാണ് കേട്ടോ. ഇടട്ടെ. അരിക്കട്ടോ. 2 4 കറക്റ്റ് ആയിട്ടില്ല. 3 4 ഇതിരിക്കുന്നു. എൻ്റെ കളന്ന് കഥ പറയാൻ താങ്ങിയ സാറില്ല ചേട്ടാ. കളയ്ക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. കഥ പറയാം. കടലമാവ് തീടാത്ത തന്നെ ടേസ്റ്റ് കൂടെ കിട്ടാ സരിതന്. ആണോ? നീ സരിത കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരും. ചായ എന്നിട്ടാലും കുഴപ്പമില്ല. ഇത് 2ാമത്തെ സ്റ്റെപ്പ് ആക്കാൻ വെച്ചു. ബാക്കിയുള്ളത് പരത്തി വെച്ചു. കഴിഞ്ഞു. ഇത്ര എണ്ണുള്ളൂ കേട്ടോ. 4 4 8 4 12 13 എണ്ണം. 13 പൊട്ടാൻ പറ. അല്ല, ഇംഗ്ലീഷുകാരതില്ല അവർക്ക്. ചേട്ടൻ വേഗം 12 ആക്കി. ഉള്ളു എന്താ തോന്നണേ? ഒന്നും പറയണില്ലല്ലോ. അല്ല, എൻ്റെ കയ്യില് ഇതാ ഇലകളാണ് മുഴുവൻ. ഉള്ളു എന്തുണ്ടാ? ഏവൂറുണ്ടാ? പാലക്കാരൻ്റെ ഒരു പച്ചപ്പ്.
ഞാനേ ചായ ഉണ്ടാക്കിയിട്ട് വരാം. ചട്നി ഒന്നും വേണ്ടല്ലോ ഇതിലേക്ക്. ഒന്നും വേണ്ട. അടുത്തൊരു 3 കൂടി എടുക്കണു. ഇരുട്ടായി തുടങ്ങിയിട്ടാ. സരിത ചായ ഉണ്ടാക്കാൻ പോയിട്ട് വന്നിട്ടില്ല. ഞാനിക്കാണെങ്കിൽ ഇതിൻ്റെ അടുത്തിരിക്കണേരം കളയ്ക്കാനും പറ്റുന്നില്ല. ബാക്കിയുള്ളത് കാലത്ത് കളയ്ക്കാനേ പറ്റില്ല. ഇനി 2 കൂടി ചെറുതുകളുണ്ട്. നല്ല കാറ്റായി, നല്ല ഇരുട്ടായി. ചെറിയേട്ടൻ പോയില്ലേ? ചെറുതം പോയി. അപ്പോൾ ഇത് വേഗം കഴിക്കാം. ഇരുട്ടായി. അതെ, ഇരുട്ടായിട്ടാ. അപ്പോൾ ചൂടാറിയതാ ചമ്മന്തി ഉണ്ടാക്കിണ്ട്. സരിത കണ്ടാ നോക്കിയാ. ചമ്മന്തി മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചമ്മന്തി ഇരിക്കട്ടെ. കേട്ടോ, ഉള്ളി ചമ്മന്തി കഴിച്ചോ. ഞാൻ 2 കഴിച്ചു. വാ, ചമ്മന്തി കൂടി കഴിച്ചിട്ട് മാത്രം. കുഴപ്പമില്ല. ഇത്തിരി എരിവ് കുറച്ചായിരുന്നു. ചമ്മന്തിയില്ല. അല്ല, ഇതിൽ മറ്റേ എരിവ് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്. അതാ സമയത്ത് ഇന്നലെ ഞങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടു, കുഞ്ചാക്ക ബോബൻ്റെ. അതിൻ്റെ കൊടുമ്പിരി കൊണ്ട ചർച്ച. അപ്പോൾ ആ ചർച്ചയുടെ ഇടയിലാണ് അതരിഞ്ഞ്. അപ്പം അത് എല്ലാം അരിഞ്ഞു. എരിവൊന്നും തോന്നുന്നില്ലല്ലോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിർത്തപ്പോൾ കടുപ്പുള്ളത്. കലക്കുന്നതാണ്. ഇപ്പോൾ പാലക്ക ചീരിയുള്ളവരൊക്കെ ചെയ്തോട്ടത്. നല്ല പരിപാടിയാണിത്. അല്ല, നല്ല പടയാണ് കേട്ടോ. കൊളക്കോഴിയുടെ സൗണ്ട്. കോഴി സാധാരണ മഴക്കാലത്തല്ല ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കുക. അവറ്റകൾ മുട്ടയിലാറായി, അല്ല ഇത് കുഞ്ഞുങ്ങൾ ഇരിക്കാറായി തുടങ്ങിയപ്പോൾ. അപ്പം നിർത്തായിട്ടാ നമുക്ക്. ജഗു അവിടെ കളിക്കുന്നുണ്ട്. പരീക്ഷയാണ് നാളെ, ഫിസിക്സ്. ജോയി വന്നിട്ടുണ്ട്. ജോവിൻ്റെ കൂടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ജോവിനെ വിളിച്ചു വരുത്തിയതാ പഠിക്കാൻ. 2 പേരും കൂടി ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി. 2 പേരും ഒരുമിച്ച് അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായി. അപ്പോൾ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.